ബിബിൻ എന്നാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേര്. 2000-ന്റെ ആരംഭത്തിൽ നടന്ന കുറെ സംഭവങ്ങളാണ്, ഈ ബിബിന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബിബിൻ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. കുഴപ്പമില്ലാതെ അവൻ പോകുന്നു. അവന് ഒരു ട്രാവൽ ഏജൻസിയിൽ ഒരു പണിയുണ്ട്. ഒരു പ്രണയമുണ്ട് അവന്. ട്രാവൽ ഏജൻസിയിലെ പണി അവൻ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. കാരണം ട്രാവൽ ഏജന്റ് അവന്റെ മുതലാളി അവനെ പറ്റിച്ചു പോയി കളഞ്ഞു. അപ്പൊ അവൻ ഇവിടെ കുറച്ച് സാമ്പത്തിക ബാധ്യതകളായി. ഈ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടി അവനൊരു ചിട്ടി കമ്പനിയിൽ ചേർന്നു. കുറച്ചുകൂടെ കൂടുതൽ സാലറി കിട്ടും, ആൾക്കാരെയൊക്കെ ചിട്ടിയിൽ ചേർത്താൽ കുറച്ചുകൂടെ കമ്മീഷനൊക്കെ കിട്ടും. അപ്പൊ ഈ ട്രാവൽ ഏജൻസിയിലൂടെ ഉണ്ടായ കടം അവന് നികത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ചിട്ടി കമ്പനിക്കാരനും അവനെ പറ്റിച്ചു. അപ്പൊ അവന്റെ സാമ്പത്തിക ബാധ്യത കൂടുതലായി. ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടിൽ നിന്നാൽ അവന് കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കണില്ല. ഇതിൻ്റെ ഇടയിൽ വന്ന ഒരു സങ്കടം, ഈ സാമ്പത്തിക ബാധ്യത കൂടിയതോടുകൂടി അവന്റെ പ്രണയവും അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നഷ്ടങ്ങൾ. അതിൻ്റെ ഇടയിലാണ് അവനോട് ആരോ പറഞ്ഞു അവന് പണ്ടത്തെ ഒരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ സിംഗപ്പൂർക്ക് നല്ല ജോലി സാധ്യതയാണ്, സിംഗപ്പൂർക്ക് വിസ എടുത്തു തരാം, പോകാമെന്ന് പറഞ്ഞു. അവൻ അതിൻ്റെ ഇടയിൽ അവന്റെ പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. ചെറുതായിട്ട് സാമ്പത്തിക ബാധ്യത കൂടി. പക്ഷെ ഈ പെങ്ങന്മാരെ കല്യാണം കഴിച്ച ആളിയന്മാര് അവരുടെ സ്നേഹം കൊണ്ട് ഈ പെങ്ങന്മാരുടെ സ്വർണ്ണമൊക്കെ ഇവന് പണയം വെക്കാൻ പറ്റി. ഇവന്റെ വീടിന്റെ ആധാരം ഇവന് ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് കാശെടുക്കാൻ പറ്റി. അങ്ങനെ കിട്ടിയ കാശൊക്കെ സ്വരുക്കൂട്ടി അവൻ ഈ സിംഗപ്പൂർക്ക് പോണതിന് മുമ്പ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അവസാനത്തെ പിടിവള്ളിയാണ്, ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ജീവിതം തീരുമെന്ന് പറഞ്ഞു. പ്രായമായ അമ്മയെ പെങ്ങന്മാരിൽ ഒരാളുടെ വീട്ടിലാക്കിയിട്ട് ഇവൻ സിംഗപ്പൂർക്ക് പോവുകയാണ്. ഇവന്റെ ജീവിതം നന്നാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. 3-4 മാസത്തോളം അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോഴാണ് ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ബിബിൻ നാട്ടിൽ വന്നിട്ടുണ്ട്. കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ എൻ്റെ ആഗ്രഹം മാറി. കാരണം സിംഗപ്പൂർക്ക് പോയ ബിബിനെ പറ്റിച്ചു അവനെ കൊണ്ടുപോയ ആള് എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവന്റെ മുമ്പിൽ പോകാൻ എനിക്കൊരു മടിയായിരുന്നു. കാരണം എന്ത് പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിക്കും. പക്ഷേ ഇവൻ തന്നെ എൻ്റെ അടുത്ത് വന്നു. ഇവൻ തന്നെ എൻ്റെ അടുത്ത് വന്നത് ഈ താടി നീട്ടി വളർത്തി നിരാശനായ ഒരു മനുഷ്യനായിട്ടൊന്നുമല്ല, ഭയങ്കര സന്തോഷത്തോടെ വന്നേ. രക്ഷപ്പെട്ട് കേട്ടാ, കുറേ അവസരങ്ങൾ രക്ഷപ്പെട്ട്. ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും വീണ്ടും കാണാൻ പോലും പറ്റിയല്ലായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. കർത്താവ് എന്നെ രക്ഷപ്പെടുത്തി എന്നാണ് അവൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ മലേഷ്യയിൽ പോയി പറ്റിക്കപ്പെട്ട് അവിടെ കിടന്നപ്പം അവിടെ തീർന്നു പോകേണ്ട ജീവിതമാണ്. പക്ഷേ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് തിരിച്ച് നാട്ടിൽ വരാൻ പറ്റിയ. അപ്പൊ ഇപ്പൊ കടത്തിന്റെ കൂടിൽ നിൽക്കുവാൻ ഒരു വഴിയില്ല. പെങ്ങന്മാരുടെ സ്വർണം പണയം വെച്ചു, സ്വന്തം കിടപ്പാടം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു ആധാരം. അങ്ങനെ കടത്തിന്റെ കൂടിൽ നിൽക്കുമ്പോഴും ഒരു ചെറിയ ഹോപ്പോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവന് പുതിയൊരു പ്രണയം കിട്ടി. UK ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. ഇപ്പം കഥ കുറച്ച് മുമ്പോട്ട് വന്നു കേട്ടാ. 2009-2010 കാലയളവിലൊക്കെ എത്തി. അപ്പൊ അങ്ങനെയാണ് UK ജോലി ചെയ്യുന്ന നേഴ്സ് അവനെ പണ്ട് സ്നേഹിച്ചിരുന്നതാണ്. പക്ഷെ ഇവന് ഈ പ്രണയമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതങ്ങനെ വർക്കൗട്ട് ആയില്ല. ഇപ്പൊ അവള് വന്നു, അവളെ ഇവൻ കല്യാണം കഴിച്ചു. ഇവൻ UK പോയി. പതുക്കെ പതുക്കെ ഇവന്റെ ജീവിതം മെച്ചപ്പെട്ടു. പെങ്ങന്മാരുടെ സ്വർണ്ണമൊക്കെ ഇവനെ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റി. ഇവന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ കഥ അവസാനിപ്പിക്കുകയാണ്. 3 പറ്റിക്കലുകൾക്ക് വിധേയമായി ജീവിതം അവസാനിച്ചു പോകേണ്ട ബിബിന്റെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതമായിട്ട് നിങ്ങൾക്ക് സാദൃശ്യം തോന്നാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണ്. കാരണം ഞാൻ കണ്ട ചില ജീവിതങ്ങളിൽ നിന്ന് കൂട്ടിവെച്ചാണ് ഈ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം അത് ഞാൻ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഭാവനയും കൂടി ഉപയോഗിച്ചു എന്ന് മാത്രം. ഇതിൽ ആർക്ക് എങ്ങനെ എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിപ്പോയത് ഉപദേശിക്കണമെന്നുമില്ല. ഈ ഒരു ജീവിതം മുമ്പോട്ട് വെച്ച് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാം ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാകണ കാര്യങ്ങൾ കമൻ്റായിട്ട് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. കഥകൾ പറഞ്ഞ് പോകുന്ന ഓരോരോ എപ്പിസോഡുകൾ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുപോലത്തെ ചില ജീവിതങ്ങളുടെ കഥകൾ. അതിലൂടെ ഉദ്ദേശിക്കണില്ല, ഉപദേശങ്ങളില്ല, മറിച്ച് ഈ ജീവിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് മാത്രം. നന്ദി.